എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടി സ്റ്റാൻലിയെ കാണാനുള്ള യാത്രയിലാണ്. അങ്ങനെ അതാ യാത്രയുടെ അവസാനം അവർ സ്റ്റാൻലി താമസിക്കുന്ന വീടിന് മുൻപിൽ എത്തിച്ചേരുന്നു. ആ വീട് കണ്ടപാടെ ഗോവർദ്ധനാകെ അസ്വസ്ഥനാവുകയാണ്. ഇതെന്താ, വീടോ അത് മറ്റു വലുതുമോ? മറുപടിയെ ബാലൻ, പഴയ എസ്റ്റേറ്റിന്റെ വീടല്ലേ, അപ്പോൾ ഇത്രയൊക്കെ വലിപ്പം കാണും. ഗോവർദ്ധനാകട്ടെ ആ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് വണ്ടി കയറ്റാൻ ആദ്യം ഒന്ന് മടിക്കുന്നു. എന്നാൽ ബാലചന്ദ്രൻ പറഞ്ഞ അനുസരിച്ച് ഗോവർദ്ധൻ ആ വണ്ടി വീടിനകത്തെ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യുന്നു. പാർക്ക് ചെയ്ത പാടെ ഗോവർദ്ധൻ്റെ ശ്രദ്ധ മറ്റൊന്നിൽ പെടുന്നു. അതാ തങ്ങൾ ഇറങ്ങുന്നതും കാത്ത് രണ്ട് നായ്ക്കൾ അവിടെ. ഞാൻ ഇറങ്ങുന്നില്ല, ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നോളാമെന്നാ ഗോവർദ്ധൻ പറയുന്നത്. എന്നാൽ ബാലിന് പേടിയൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ കാറിന്റെ പുറത്തേക്ക് എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ബാലചന്ദ്രൻ ഇറങ്ങുന്നു. ബാലിനെ കണ്ടപാടെ ആ നായ്ക്കൾ കിടന്ന് കുരയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോഴാണ് സ്റ്റാൻലിയുടെ ഒരു ജോലിക്കാരൻ അങ്ങോട്ടേക്ക് വന്നത്. ബാലിനെ കണ്ടപാടെ ആരാ, എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ മറുപടിയായി ബാലൻ, ഞാൻ പാലായി എന്നുള്ള ഒരു ബിസിനസ്സുകാരനാ. സ്റ്റാൻലി ഇവിടെയല്ലേ താമസം? സ്റ്റാൻലിയെ മീറ്റ് ചെയ്യാനാണെന്നാണ് ബാലൻ പറയുന്നത്. അയാൾ ചെന്ന് അകത്ത് വിവരം പറഞ്ഞപ്പോൾ സ്റ്റാൻലി ബാലന് അകത്തേക്ക് കടക്കാനുള്ള അനുവാദം കൊടുക്കുന്നു. അങ്ങനെയതാ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്റ്റാൻലിയും ബാലചന്ദ്രൻ കണ്ടുമുട്ടുന്നു. ബാലനെ കണ്ടപാടെ ഷെയ്ക്കാനെ സ്റ്റാൻലി കൈ മുന്നിലേക്ക് നീട്ടുന്നു. എന്നാൽ ബാലൻ അല്പം ഒന്ന് ആലോചിച്ച ശേഷം തിരിച്ച് കൈ കൊടുക്കുന്നു. സംഭാഷണം തുടങ്ങാൻ വേണ്ടി ബാലൻ ഇങ്ങനെ ചോദിക്കുന്നു, ഇവിടെ നായ്ക്കളെ കൊടുക്കാറും വാങ്ങാറും ഒക്കെ ഉണ്ടോ? മറുപടിയായി സ്റ്റാൻലി, വാങ്ങാറുണ്ട്, പക്ഷേ കൊടുക്കാറില്ല. ഇവിടെ വളർത്തുന്നതൊന്നും വിൽക്കാൻ വേണ്ടിയല്ലെന്ന് ബാലനോട്. കൊള്ളാം, അതൊരു നല്ല കാര്യമാണെന്നാണ് ബാലൻ പറയുന്നത്. ഇത് കേൾക്കെ സ്റ്റാൻലി, താങ്കൾക്ക് അറിയാമോ, എന്തുകൊണ്ടും മനുഷ്യരെക്കാൾ വളരെയധികം നല്ലത് നായ്ക്കൾ തന്നെയാണ്. വിശ്വസിക്കാം, ചതിക്കില്ല, മനുഷ്യരെ പോലെയല്ലെന്നാണ് സ്റ്റാൻലി പറയുന്നത്. ഇത് ശരിവെക്കുന്നുണ്ട് ബാലചന്ദ്രനും. അതിനുശേഷം ബാലൻ സ്റ്റാൻലിയോടെ ഒരു കാര്യം പറയുന്നു, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നേ. കാരണം എനിക്ക് പരിചയമുള്ളൊരു പെൺകുട്ടിയുണ്ട്. നായ്ക്കളൊക്കെ അവളുടെ വളരെയധികം അടുത്ത സുഹൃത്തുക്കളാണ്. ചില സമയങ്ങളിൽ അവൾ റോഡിലൂടെ നടന്നു പോവുകയാണെങ്കിൽ പോലും നായ്ക്കളൊക്കെ അവളുടെ പിന്നാലെ ചെല്ലും. അവൾ അവരോട് സംസാരിക്കുകയുമുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന സ്റ്റാൻലി, നിങ്ങളിതൊക്കെ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയുകയല്ലേ? അല്ലെന്നാണ് ബാലൻ്റെ മറുപടി. അവളവരോട് ശരിക്കും വർത്താനം പറയാറുണ്ട്, നമ്മൾക്കങ്ങനെ തോന്നുമെന്ന്. ഇതുപോലെ റോഡിലൂടെ കാണുന്ന നായ്ക്കൾ ചില സമയം അവളെ പിന്തുടർന്ന് അവളുടെ കൂടെ ചെല്ലാറുമുണ്ട്. ഒരിക്കൽ അവൾക്ക് അപകടം പറ്റി മുറിവേറ്റ് കിടന്നപ്പോൾ അവളെ ആശുപത്രിയിലെത്തിക്കാൻ സഹായിച്ചതും ഇതുപോലൊരു നായയാണ്. കാര്യങ്ങൾ മണത്തറിഞ്ഞ നായ അയാളുടെ യജമാനെ കൂട്ടിക്കൊണ്ടുവന്നാണ് അവളെ രക്ഷിച്ചത്. ഇനി ഉറപ്പായും നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇവിടേക്ക് വരുമ്പോൾ അവളെ കൂടി കൂട്ടിക്കൊണ്ടു വരണമെന്നാണ് സ്റ്റാൻലി പറയുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ, അതിനും കൂടെ വേണ്ടിയിട്ടാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന കാര്യം സാറിനോടൊന്ന് സംസാരിക്കാനായിട്ട്. എന്നാൽ ഇത് കേട്ടപാടെ സ്റ്റാൻലി പരുഷമായി ഒന്ന് നോക്കുന്നു. കുറച്ചു മുമ്പ് എൻ്റെ ജോലിക്കാരൻ വന്ന് പറഞ്ഞപ്പോഴാണ് ബാലചന്ദ്ര മേനോൻ എന്നൊരാൾ എന്നെ കാണാൻ വന്ന വിവരം കൂടി ഞാൻ അറിയുന്നത്. നമ്മൾ മുമ്പ് കണ്ടിട്ട് പോലുമില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ പരിചയം? മറുപടിയായി ബാലൻ, ഞാനും നിങ്ങളെപ്പറ്റി പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, നേരിൽ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. ഇതൊക്കെ ഇരിക്കട്ടെ, ഞാൻ ഇവിടെ താമസിക്കുന്നതെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്നാണ് സ്റ്റാൻലി ചോദിക്കുന്നത്. മറുപടിയായി ബാലൻ, ഞാൻ നിങ്ങളുടെ തറവാട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അപ്പച്ചനാണ് എനിക്ക് ഇവിടേക്കുള്ള അഡ്രസ്സൊക്കെ പറഞ്ഞു തന്നത്. ഇത്രയും കേട്ടപാടെ എന്തോ സംശയത്തിലെന്നോണം സ്റ്റാൻലി ബാലനോടായി ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നെന്നാ പറഞ്ഞത്? മറുപടിയായി ബാലൻ, പാല. ഇത് കേട്ടപാടെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, റബ്ബർ ബിസിനസ് ആണോ? മറുപടിയായി ബാലൻ, എനിക്ക് റബ്ബർ എസ്റ്റേറ്റ് ഒന്നുമില്ല, കുറച്ച് ബിസിനസ്സും പിന്നെ അല്ലറ ചില്ലറ വേറെ കുറച്ച് പരിപാടികളൊക്കെയാണെന്നാണ് സ്റ്റാൻലിയോട് പറയുന്നത്. എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണ് കേട്ടിട്ടുള്ളതെന്നാണ് സ്റ്റാൻലി ഇപ്പോൾ ചോദിക്കുന്നത്. മറുപടിയായി ബാലൻ, അത് കുറച്ച് പഴയ കഥയാണ്, ഒരു 24-25 വർഷം മുൻപ് നടന്ന കഥയാണ്. ഇത് കേട്ടപാടെ സ്റ്റാൻലി തൻ്റെ സഹായിയെ വിളിക്കുന്നു. അയാൾ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ കൂടെ വന്ന് ആളുമൊത്ത് സംസാരിക്കുകയാണെന്നാണ് ജോലിക്കാരൻ്റെ മറുപടി. ഇത് കേൾക്കുന്ന സ്റ്റാൻലി ബാലനോട് ചോദിക്കുന്നുണ്ട്, കൂടെ വേറെ ആളുണ്ടെങ്കിൽ അയാളെ കൂടി അകത്തേക്ക് എന്താ ക്ഷണിക്കാഞ്ഞത്? മറുപടിയെ ബാലൻ, ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്, അതായത് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇത് കേൾക്കുന്ന സ്റ്റാൻലി ജോലിക്കാരനോട് ബാലിൻ്റെ കൂടി കഴിക്കാനായിട്ട് ഒരു ഗ്ലാസ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം സ്റ്റാൻലി ബാലിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഹോട്ട് ഡ്രിങ്ക്സ് കഴിക്കുമല്ലോ അല്ലേ? മറുപടിയായി ബാലൻ, ഞാൻ കഴിക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ അങ്ങനെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് വളരെ നിസ്സാരമായി പറയേണ്ട ഒരു കാര്യത്തെ പറ്റിയല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളും അല്പം നേരത്തേക്ക് മദ്യം കഴിക്കാതിരിക്കണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് എന്ന് ബാലൻ പറയുന്നു. ഇതിനുള്ള മറുപടിയായി സ്റ്റാൻലി,